Stupid, stupid, stupid. പറ്റില്ല. No, that was a fantastic drive. The pitch is very good. കഴിഞ്ഞു അല്ല, നമ്മളിന്ന് ഇതിനല്ല ക്രിക്കറ്റാണ് തകർത്തത്, നമ്മൾ ബിഗ് ബോസിനല്ലേ ഇരിക്കുന്നത്. അതെ. അപ്പൊ ഇന്ന് ആദ്യം സംസാരിക്കുന്ന ആരാ? ഇന്ന് നമ്മൾ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിലെ വിക്ഷനെ പറ്റി സംസാരിക്കുന്നത്. ക്യാപ്റ്റൻ മഹാദേവനെ നമ്മൾ പുറത്താക്കി. നിങ്ങൾ വോട്ടിട്ടു അങ്ങനെ ഓഡിയൻസിന്റെ വോട്ടും ലിസ്റ്റ് പ്രകാരം ഏറ്റവും കുറവ് വോട്ട് ലഭിച്ച മഹാദേവനെ നമ്മൾ പുറത്താക്കിയിരിക്കും. നിങ്ങളല്ലേ പറഞ്ഞ ഗെയിം വേണമെന്ന്? എങ്ങനെയായിട്ട് ഗെയിം? ഈ ആഴ്ചയിലെ ക്യാപ്റ്റൻ ഇമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നില്ല എലിമിനേഷൻ, അദ്ദേഹം എലിമിനേറ്റഡ് ആയിരിക്കുന്നു. അതെ, അങ്ങനെ ബിഗ് ബോസിന് ചരിത്രത്തിൽ ആദ്യമായിട്ട് ക്യാപ്റ്റൻ എലിമിനേറ്റ് ആകുന്ന ഒരു എപ്പിസോഡായിരുന്നു ഇപ്പൊ കഴിഞ്ഞത്. സോ മഹാദേവൻ ഇപ്പൊ ലാലേട്ട യാത്ര ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ഒരു വീക്ക്ലി അനാലിസിസ് പോലെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ട് എപ്പിസോഡ് കഴിഞ്ഞു. അപ്പൊ ആ 2 എപ്പിസോഡിനെ കുറിച്ച് വെറുതെ ചർച്ച ചെയ്യാനുള്ള സാധനങ്ങൾ ഉണ്ട് എന്ന് തോന്നി, അതുകൊണ്ട് ഇരിക്കുന്നു. നമ്മളൊരു ചെറിയ എപ്പിസോഡ്, കുട്ടി എപ്പിസോഡ് ആയിരിക്കും. പറഞ്ഞോളൂ അനീസ്, താങ്കളുടെ ഇതിനകത്ത് നമ്മൾ റാങ്കിങ് ഇടാന്ന് തോന്നുന്നു. കാരണം തുടങ്ങുമ്പോൾ തന്നെ ഒരു വഴക്ക് വരണമെങ്കിൽ നമ്മൾ റാങ്കിങ് ഇടണം. എന്തുകൊണ്ടും ഇതിൽ ഒന്നാമത് സംസാരിക്കാൻ യോഗ്യം ഞാനാണ്, ഞാൻ തന്നെ പറയണം. നമുക്ക് തന്നെ റാങ്കിങ്ങോ? എന്നാലില്ല, ഇത് തുടങ്ങാൻ പറ്റത്തില്ല. വഴക്കുണ്ടാക്കുന്ന എന്തെങ്കിലും സാധനം വേണ്ടേ? ബിഗ് ബോസ് അത് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യും. റാങ്കിങ് പിടിക്കാം. 19 പേരുണ്ട് അവിടെ. ഒരു റാങ്കിങ് ഇടാൻ പറഞ്ഞാൽ വളരെ സിമ്പിൾ ടാസ്ക്. പണിപ്പുരയില്ല ഈ ആഴ്ച 2 ആഴ്ച ആര് പോകുന്നു എന്നുള്ളതാണ്. പോകുന്നൊരു ഓർഡറിൽ ആർക്കൊക്കെ ബെനിഫിറ്റ് കൂടുതൽ. ഇങ്ങനെയായിരുന്നു. പണിപ്പുര 2 പ്രവേശനമാണോ ഉള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തെ പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു അത്. അപ്പോൾ അതില് ഇവരെ തന്നെ റാങ്ക് ചെയ്യാൻ പറഞ്ഞു. ഒരു ഓർഡറിൽ 1 മണിക്കൂർ സമയം കൊടുത്തു. ഫസ്റ്റ് ആവുന്ന ആള്, ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക് 20 സെക്കൻഡ്, സെക്കൻഡ് ഫസ്റ്റിന് 20 സെക്കൻഡ്, സെക്കൻഡ് 15 സെക്കൻഡ്, ബാക്കി എല്ലാവർക്കും 10 സെക്കൻഡ്. അതിൽ നെവിന് ഏത് റാങ്ക് കിട്ടിയാലും കാര്യമില്ല. 19 എടുത്തു. നെവിനെ പണിപ്പുര കയറ്റത്തില്ല. കാരണം നെവിൻ തമാശക്ക് പറഞ്ഞായിരുന്നു ലാലേട്ടനുള്ളപ്പോ ഇതിൽ പണിപ്പുര പോകണ്ട എന്ന് ആർക്കെങ്കിലും ഉണ്ടോ? ലാലേട്ട അങ്ങനെ ഗിഫ്റ്റ് വല്ലതും കിട്ടുമെങ്കിൽ എനിക്ക് പോകണ്ടെന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്നാ നെവിൻ ഈ സീസണിൽ നെവിൻ ഇനി പോകണ്ട, നെവിൻ ഇനി പണിപ്പുര കയറാൻ പറ്റത്തില്ല. എനിക്ക് 19 ചെയ്തു. കാരണം എനിക്ക് എന്തായാലും കയറാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ എനിക്ക് ഏറ്റവും ലാസ്റ്റ് റാങ്ക് മതി. ഇതിനകത്ത് എന്തെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും ലാസ്റ്റ് വരുന്ന ആൾക്ക് എന്തായാലും കയറാൻ പറ്റില്ല. പിന്നെ കുഴപ്പമില്ല, അവന് നേരത്തെ ഇടാണ്ട. സംഗതി ഞാൻ വേറൊരു കാര്യം പറയട്ടെ, എനിക്ക് മാത്രമുള്ള പ്രശ്നമാണെന്ന് പറയുന്നത്. ഇതിരുന്ന് കാണുമ്പോൾ മൊത്തത്തിലിരുന്ന് കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആലോചിക്കുമ്പോൾ ഇന്നിപ്പോ എന്താ നടന്നത് ആലോചിക്കുമ്പോ എനിക്ക് ഒന്നും പൊതുവേ ഒന്ന് അവരതൊരു മൊത്തത്തിൽ ഒരു ഹൽച്ചല്ല ഇതാ നടക്കുന്നത്. അപ്പൊ പകുതി നമ്മുടെ കയ്യിൽ അങ്ങനെ പോകും. നീ തന്നെ ഒരു ആക്സിഡന്റോ വഴക്കോ നടന്ന് അതിന്റെ ഇടയ്ക്ക് വെട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നിനക്ക് അതിനകത്ത് എന്തൊക്കെ നടന്ന് ഓർമ്മ. അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ അത് കൃത്യമായിട്ട് ഓർമ്മ വരും. അതായത് ഇങ്ങനെ ആയിരിക്കും. ഈ സാധനം നിനക്ക് തിരിച്ചറിവുകൊണ്ടാണ് ഈ ബിഗ് ബോസ് സീസൺ കഴിയുന്നത്. കാരണം നീ ഇന്നത്തെ വഴക്ക് കഴിഞ്ഞ് നാളെ വീണ്ടും വഴക്കിനകത്തോട്ട് പോകില്ല. നമ്മൾ ഏകദേശം പകുതി ഇതിനകത്താണല്ലോ. ഇതില് കംപ്ലീറ്റ് ഇതില് എൻഗേജിങ് ആയിട്ട് തോന്നിയത് മറ്റേ ഈ പറഞ്ഞ റാങ്ക് ചെയ്യണ പരിപാടിയായിരുന്നു. അത് ഭയങ്കര അതില് പരിപാടി കളറായത് ഇയാള് തുടക്കം തന്നെ. അപ്പോഴെനിക്ക് മനസ്സിലായി ഇയാളുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, ഒരു സ്ഥലത്തും തോറ്റു കൊടുക്കരുത്, അറ്റൻഷൻ കിട്ടുകയും ചെയ്യും. ഒരു സ്ഥലത്തും ഒരു കോംപ്രമൈസിന് ആള് റെഡിയല്ല. ഇതിൽ ഒന്നാമത് അവൻ യോഗ്യൻ ഞാനാണ് നിങ്ങളെല്ലാവരും ആൾക്കറിയാം ഒരു പട്ടി ആൾക്ക് വോട്ടില്ല എന്ന്. എന്നെ നിങ്ങൾ ഏകകണ്ഠമായി തിരഞ്ഞെടുക്കണം ഒറ്റ കോൺഫിഡൻസിൽ അങ്ങ് പുള്ളിയാണ് അർഹൻ എന്നാണ് പുള്ളിയോട് ഇത് ചെയ്യുന്നത്. അതൊരു പോയിന്റിൽ ഇവര് തീരുമാനിച്ചു ഒന്നുമില്ലാണ്ട് പോണേലും നല്ലതല്ലേ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് പുള്ളി ക്യാപ്റ്റനാണ്. അത് പുള്ളിക്കാരൻ പറഞ്ഞത് വളരെ നല്ലൊരു ലോജിക്കൽ പരിപാടിയാണ്. അത് ലോജിക്കൽ അല്ല. അതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഈ 1ാം സ്ഥാനം കൊടുക്കണത് ഈ ഒരു പരിപാടിക്ക് മാത്രമായിരിക്കില്ല. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് അടുത്ത റൗണ്ടിൽ ഉണ്ടാവും. ചിലപ്പോ ഇയാളെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല, പിന്നെ സാധ്യതയുണ്ട്. 1-2 റൗണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഇയാളെ ഇങ്ങനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ, അതായത് എന്ത് ടാസ്ക് വരുമ്പോഴും ഇയാളെ ഒക്കെ ഇവനങ്ങ് ഒന്നാമത് ഇരുത്തിയേക്കാം, ഇവനെ ഒഴിവാക്കിയേക്കെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പുള്ളി എല്ലാത്തിലും ഫസ്റ്റ് അടിക്കാൻ തുടങ്ങും. അത് പുള്ളിക്കാരൻ മെന്റലി ബാക്കി എല്ലാവരുടെ നിന്നും ആ ഫസ്റ്റ് പുള്ളി മേടിക്കും ആ ഒരു സാധനം. അപ്പൊ അത് ബാക്കി കണ്ടസ്റ്റൻസ് ചെയ്തത് ആലോചിക്കുമ്പോൾ ഇത് പക്ഷേ ക്യാപ്റ്റൻ ലെവൽ ഷാനവാസ് ചെയ്ത കറക്റ്റാ. കാരണം ക്യാപ്റ്റൻ എന്താ തീരുമാനിക്കേണ്ടത്? ഇയാൾക്ക് എന്തെങ്കിലും അഡ്വാൻറ്റേജ് കിട്ടിയാലും ഇല്ലെങ്കിലും ഇപ്പോഴത്തെ പണിപ്പുര ടാസ്കിൽ നിന്ന് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനം കിട്ടണമല്ലോ. അപ്പൊ സോ 2 പേര് ആദ്യം എന്തായാലും പോകണം. അത് ആര് പോയാലും അവർ കുറെ സാധനം എടുക്കുമായിരിക്കും, വീട്ടിലേക്കുള്ള സാധനം എന്തായാലും എടുക്കും. അപ്പൊ അത് ഇവൻ വഴക്കുണ്ടായിക്കൊണ്ടിരുന്ന 1 മണിക്കൂർ സമയം കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടത്തില്ല. പിന്നെ പോരെ തന്നെ പുള്ളിയോട് ആഡ് ചെയ്ത വേറെ സാധനം എന്ന് വെച്ചാൽ പുള്ളിനെ പറഞ്ഞെന്ന് തോന്നുന്നു, ഈ ഫസ്റ്റ് 2 പൊസിഷൻ നമ്മൾ കൊടുക്കേണ്ടത് ഓൾറെഡി ഈ സാധനങ്ങൾ ഉള്ള ആൾക്കാർ. അപ്പൊ അവർക്ക് വീട്ടിലോട്ടുള്ള സാധനങ്ങൾ കൂടുതൽ എടുക്കാം. പുള്ളിയുടെ ലോജിക്ക് ഭയങ്കര ആദ്യം കറക്റ്റ് ആയിരുന്നു. പക്ഷെ ഇയാൾ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോഴും പുള്ളി പറഞ്ഞു ഓക്കെ ഇപ്പൊ നമ്മൾ നോക്കേണ്ടത് വഴക്കുണ്ടാക്കി വാശി തീരുമാനിക്കും അല്ലേ. ആള് ഗെയിം കളിക്കാനെ നിൽക്കണെന്നുണ്ടെങ്കിൽ ആൾ ആ 20 സെക്കൻഡിൽ ആൾക്കുള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ടും വരും.
ആള് കൊണക്കാനാ നിക്കണേ. അപ്പൊ അവിടെ ചെന്നിട്ട് ആള് വീണ്ടും എനിക്കിത് ആവശ്യം ഉണ്ടായിരുന്നു, നിങ്ങൾ മനസ്സിലാക്കണം, ഇതില്ലാണ്ട് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് ശരിക്കും ശരത്തും അക്ബറും കൂടാണ് ഈ പറഞ്ഞ പോയിന്റ്. അവർ രണ്ടും ഉദ്ദേശിച്ചത് ഒന്ന്, അവന്റെ വാശിക്ക് മൊത്തം കൊടുത്തിട്ട് ഞങ്ങളുടെ സാധനം വേണ്ട. രണ്ട്, അഥവാ ഈ സാധനം നീ പറഞ്ഞ എക്സ്ട്രാ അഡ്വാൻറ്റേജ് ഇപ്പൊ പണിപ്പുര പോകുന്ന ടാസ്ക് മാത്രമല്ല വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ പിടിച്ചാൽ നമുക്ക് എന്തായാലും പണിയും കിട്ടും, ഇവനെ അങ്ങനെ നോക്കണ്ട, എന്തായാലും ഈ ആഴ്ച നമ്മൾ ഇവനെ എവിക്റ്റ് ചെയ്യും എന്നായിരുന്നു ഇവരുടെ ഒക്കെ പ്ലാൻ. ആ പ്ലാനിനെ ഫേവർ ചെയ്യുന്ന വിധത്തിൽ കറക്റ്റായിട്ട് ബിഗ് ബോസ് ഒരു സാധനം കൊണ്ടുവന്നു ഫസ്റ്റ് ഡേ തന്നെ. മിഡ് വീക്ക് എവിക്ഷൻ. ഇത്തവണ വീക്കെൻഡിലേക്ക് പോയില്ല, മിഡ് വീക്കിൽ എവിക്ഷൻ നടക്കും. നിങ്ങൾ 6 പേരെ നോമിനേറ്റ് ചെയ്യാൻ എല്ലാവരും വന്നിട്ട് അനീഷിനെ കൂടുതൽ പേര് നോമിനേറ്റ് ചെയ്തു, രേണുസുതിയെ നോമിനേറ്റ് ചെയ്തു. അവർക്ക് വേണ്ടാത്തവരെ കറക്റ്റായിട്ട് 6 പേര് നോമിനേറ്റ് ചെയ്തു. അനീഷ്, രേണുസുതി, ശാരിക, സരിക, അതിനകത്ത് വേറൊരാളോട് വന്നല്ലോ, മൊത്തം 6 പേരും. ആര്യം വന്നു അതിനകത്ത്. മിഡ് വീക്ക് എവിക്ഷനകത്ത് ആരൊക്കെയാ വന്നത് നമ്മളിപ്പോ പറഞ്ഞ കൂടാതെ ഒനീല് വന്നു. ആൾക്കാർക്ക് മൊത്തത്തിൽ താല്പര്യം ഇല്ലാത്ത മെയിൻ 2 പേര് എന്തായാലും വന്നു. അതായത് അനീഷ് വന്നു, രേണുസുതി വന്നു, ഒനീല് വന്നു, പിന്നെ ശാരികയും സരികയും രേണ ഫാത്തിമയും വന്നു. ഇവരെ 2 പേരെയും ചൊവ്വാഴ്ചയ്ക്കും വ്യാഴാഴ്ചയ്ക്കും ഇടയ്ക്ക് പുറത്താക്കുന്നാണ് ബിഗ് ബോസ് ആദ്യം പറഞ്ഞത്. മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടാവും ആദ്യമായിട്ട്, 2 പേര് ചരിത്രത്തിൽ ആദ്യമായിട്ട് ബിഗ് ബോസ് സീസണിൽ എന്നൊക്കെ പറഞ്ഞിട്ട് 6 പേരിൽ നിന്ന് 2 പേര്. കഴിഞ്ഞ സീസണിലൊക്കെ ഇത്ര ആൾക്കാർ തന്നെയായിരുന്നു ഇതിലുണ്ടായിരുന്നത്. എനിക്കൊന്ന് ഏകദേശം ഈ ഒരു നമ്പർ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഉടായിപ്പായിരുന്നു. അതല്ലേ, അതാണ് ഇതുടായിപ്പാണ്. ഈ മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറഞ്ഞത് ഇങ്ങനെ വലിയ കൊടുവാളൊക്കെ കാണിച്ചിട്ട് 6 പേരെ സെലക്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് പറഞ്ഞു മിഡ് വീക്ക് എവിക്ഷനിലുള്ള 6 പേര് ഇങ്ങനെ നിൽക്കട്ടെ, ഇനി വീക്കെൻഡ് എവിക്ഷന് വേണ്ടി ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. എല്ലാവരും കൺഫെഷൻ റൂമിൽ പോയി 2 പേരെ പറഞ്ഞു. അപ്പോഴും ഇനി ബാക്കിയുള്ളവർ നമുക്ക് വേണ്ടാത്തവരെ പറഞ്ഞു. സ്വാഭാവികമായി നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ, കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ശൈത്യ ആൾക്കാരെ നോമിനേറ്റ് ചെയ്തു. ശൈത്യ വർക്ക് ചെയ്യുന്നില്ല രീതിയിൽ ഏറ്റവും കൂടുതൽ എവിക്ഷൻ വോട്ട് കിട്ടിയ ശൈത്യ. എപ്പോഴും പുള്ളിക്കാരി ഈ റൗണ്ടായിട്ട് ഇവർ ഇരിക്കുമല്ലോ ഇങ്ങനെയുള്ള ടാസ്കിന്, അപ്പോഴൊക്കെ പുള്ളിക്കാരി കാണിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ് പുള്ളിക്കാരിക്ക് അല്ലേ. കാരണം സ്റ്റാർട്ടിംഗ് തന്നെ പുള്ളിക്കാരി പലയിടത്തും പുറത്താവാൻ ലിസ്റ്റിൽ കിടക്കുന്നതിന്റെ ടെൻഷൻ കാണുമായിരിക്കും. ഒന്നും ചെയ്യുന്നതായിട്ട് കാണിക്കുന്നില്ല. ആൻഡ് ഡിഫറന്റ് ആയിട്ട് ശൈത്യക്ക് തൊട്ടു പുറകിൽ അപ്പാന് ശരത്തിന് 5 വോട്ട് കിട്ടി. എന്നിട്ട് വീക്കെൻഡ് എവിക്ഷനിലേക്ക് എല്ലാവർക്കും നോമിനേഷൻ വന്നു. ഒരാളൊഴികെ എല്ലാവർക്കും. അഭിലാഷ് 2 ലിസ്റ്റിലും പെട്ടില്ല. എന്നിട്ട് പറഞ്ഞു ഓൾറെഡി കഴിഞ്ഞ വീക്കിന്റെ ഫെയിലിയർ ഉണ്ട്. അതെനിക്ക് മനസ്സിലായില്ല. അതായത് ഈ വീക്കിലെ ക്യാപ്റ്റന ഷാനവാസ്, പക്ഷെ കഴിഞ്ഞ വീക്കിന്റെ എന്തോ ഒരു ടാസ്ക് ഫെയിലിയർ കൊണ്ട് ഷാനവാസ് അക്ബർ ഓൾറെഡി ഈ വീക്കിലെ എവിക്ഷൻ ലിസ്റ്റിലുണ്ട്. എനിക്കത് ക്ലിയർ ആയില്ല. അത് അറിയാവുന്ന അത് കഴിഞ്ഞ പ്രാവശ്യം മറ്റേ എന്തെന്നാ പേര് ആര്യൻ, അവര് 2 പേരും കൂടി അക്ബർ ഇരുന്നപ്പോ അക്ബറിനെ ആയി. ഷാനവാസ് എങ്ങനെ വന്നത് എനിക്ക് നമ്മൾ ഓടിച്ചു വിട്ടാണ് കിടന്ന് കൂടുതൽ ഇത്. കാരണം ഷാനവാസ് ക്യാപ്റ്റനുമാണ് എവിക്ഷൻ ലിസ്റ്റിലുണ്ട്. സാധാരണ അങ്ങനെ സംഭവിക്കുന്നതല്ലോ. നമ്മുടെ മഹാദേവൻ സംഭവിച്ചത് ഷാനവാസിന് സംഭവിക്കും. ഞാൻ പോകുന്നു ഇല്ല, ഷാനവാസ് പുറത്താകത്തില്ല. എന്നിട്ട് എല്ലാരും നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതില് അടുത്ത ഇതിൽ ഇനി ആരെ എവിക്ഷനിൽ പോവാൻ സാധ്യതയില്ലെന്ന് നമ്മൾ പറഞ്ഞതിൽ വിട്ടുപോയൊരു പേരെനിക്കൊന്ന് ആ കലാഭവൻ ശരിക. ആള് അത്ര ആക്റ്റീവായിട്ടോ ഇതായിട്ടോ നിൽക്കണം. പക്ഷെ നമ്മൾ വിട്ടുപോയി നന്നായി. കാരണം ബിഗ് ബോസ് നമ്പർ ഇട്ടതിനകത്ത് ഈ 6 മിഡ് വീക്ക് എവിക്ഷനകത്ത് ഈ ശാരികയും സരികയും വന്നു, അനീഷ് വന്നു, രേണുസുതി വന്നു, ഇവർ 6 പേര് വന്നല്ലോ. എന്നിട്ട് വീക്കെൻഡ് എവിക്ഷൻ ലാലേട്ടൻ പുറത്താക്കുന്നതിനകത്തുനിന്ന് ഈ 6 പേരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. കാരണം ഇവർ നടുക്ക് വെച്ച് പോവല്ലേ. അത് ഭയങ്കര തല്ലിപ്പൊളി ഏർപ്പെടല്ലേ. എന്നിട്ട് വീക്കെൻഡ് എവിക്ഷൻ ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ എല്ലാവരും വന്നു. അതിലേറ്റവും ടോപ്പിൽ ശൈത്യയും ശരത്തും ഏറ്റവും ടോപ്പിലും വന്നു. എന്നിട്ട് തിങ്കളാഴ്ച കഴിഞ്ഞ് ചൊവ്വാഴ്ച പറഞ്ഞു ഈ 6 പേരെ മിഡ് വീക്ക് എവിക്ഷനിൽ പുറത്താക്കുന്നത് 2 ടാസ്ക് കൊടുക്കും. ഈ ടാസ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നതിന് രക്ഷപ്പെടും. താഴെ വരുന്ന 2 പേര് പുറത്താവും എന്ന് പറഞ്ഞിട്ട് ചൊവ്വാഴ്ച ബിഗ് ബോസ് ഒരൊറ്റ ഉൾട്ട അടിച്ചു. മിഡ് വീക്ക് എവിക്ഷൻ എന്ന് വെച്ചാൽ മിഡ് വീക്ക് സസ്പെൻഷനാണ്. ബിഗ് ബോസ് സീസൺ 7 നിന്ന് പുറത്താവുകയല്ല, ബിഗ് ബോസ് വീട്ടിൽ നിന്ന് നിങ്ങളെ 2 ദിവസത്തേക്ക് മിഡ് വീക്കിൽ എവിക്ഷൻ നടത്തി പുറത്തു നിർത്തും. ഒരു സീക്രട്ട് റൂമിൽ, ഒരു ഡാർക്ക് റൂമിൽ, കമ്മ്യൂണിക്കേഷൻ ഇല്ല, വീഡിയോ ഇല്ല. അവർ 2 ദിവസം 2 പേരും വീടിന് പുറത്തേക്ക് ഇറങ്ങും. അതായത് വീടിന് എക്സ്റ്റൻഷൻ ഉണ്ടാവും. ഈ ക്യാമറയുടെ പുറത്തേക്ക് ഇവർ ഇറക്കും. 2 ദിവസം കഴിഞ്ഞ് ലാലേട്ടൻ വരുമ്പോൾ ഇവരെ വീണ്ടും തിരിച്ചു കയറ്റും. അപ്പോ അതാണ് അവിടെ ബിഗ് ബോസിന്റെ സ്മാർട്ട് പ്ലേ. അതായത് ഇന്നലത്തെ ഫസ്റ്റ് വീക്കിലെ ഇതില് അനീഷിനെ പുറത്താക്കാൻ പറ്റില്ല, ക്യാപ്റ്റൻ ആയിരുന്നു. എല്ലാവരും എതിരാണ്. ടീം മൊത്തം അനീഷിനെ പുറത്താക്കിയിരിക്കും. ഏറ്റവും കൂടുതൽ വോട്ട് ഒഴികെ അനീഷ് ആയിരിക്കും ടോപ്പ് ലിസ്റ്റിൽ വരുന്നത്. മാത്രമല്ല പുറത്തും പുള്ളിക്ക് ഹെയ്റ്റ് ആണ്. കാരണം പുള്ളി ഒരു ഗെയിമിന്റെ ലെവലിലേക്ക് എത്തി ആൾക്കാർ ഇതിനെ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. ഇപ്പോഴത്തെ ഈ വീക്കിൽ എങ്ങനെ അനീഷ് വന്നാലും അനീഷിനെ പുറത്താക്കേണ്ടി വരും. പക്ഷേ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ
ഈ ആൾക്കാര് പുള്ളിക്കെതിരെ ആ ഉള്ള ഹെയ്റ്റ് കൊണ്ട് ചിലപ്പോൾ ഒരു വോട്ടും വന്നെ. എല്ലാവരും വിചാരിച്ചു ബിഗ് ബോസ് കള്ളക്കളിയാണ് എന്ന് വിചാരിച്ചതിന് നോമിനേഷൻ ലിസ്റ്റിൽ പുള്ളിക്കാരൻ വരികയും പുറത്താകാതിരിക്കുകയും ചെയ്ത. സോ സ്മാർട്ട് പ്ലേ മിഡ് വീക്ക് എവിക്ഷൻ കൊടുത്തു. എല്ലാവരും അനീഷിനെ നോമിനേറ്റ് ചെയ്തു. അനീഷ് ടോപ്പിൽ വന്ന് മിഡ് വീക്ക് എവിക്ഷനകത്ത് വന്നു. വീക്കെൻഡ് എവിക്ഷൻ ഒഴിവായി. അപ്പോൾ ഒരൊറ്റ സ്മാർട്ട് പ്ലേ. ഈ സെക്കൻഡ് വീക്ക് അനീഷ് ഉണ്ടാവും, തേർഡ് വീക്കും ഉണ്ടാവും. കാരണം എന്താ, മിഡ് വീക്ക് എവിക്ഷനിൽ നിന്ന് പുറത്താവത്തില്ലെന്ന്. സത്യം പറഞ്ഞാൽ രേണുസുധിക്കും അനീഷിനും രണ്ടുപേരും പുറത്താവേണ്ടവരെ ബിഗ് ബോസ് സേവ് ചെയ്തത്. അത് ഏറ്റവും സ്മാർട്ട് പ്ലേ കളിച്ച് ബിഗ് ബോസ് ആണ്. ഇതൊരു അലഗേഷൻ ആണ് സത്യം പറഞ്ഞത്. ബിബി ഇങ്ങനെ ഫേവറിറ്റിസം കാണിക്കുന്ന. ഇപ്പൊ അനീസിക്ക് പറഞ്ഞ പോലെ ഈ രണ്ടുപേരും സെലക്ടഡ് ആയില്ലെങ്കിൽ ഈ സസ്പെൻഡ് ആയില്ല എന്നുണ്ടെങ്കിൽ അവർ വീക്കെൻഡിലേക്ക് എന്തായാലും ഇതായേനെ. അല്ല, ഇവർ രണ്ടുപേരും ഇനിയിപ്പോൾ ആയാലും ഇല്ലെങ്കിലും ഇവരെ നമുക്ക് ഈ ആഴ്ചത്തെ നോമിനേഷൻ പ്രോസസ്സിലേ തുടരാൻ പറ്റത്തില്ല. ഇവരെ വോട്ടിനിടണ്ട. സോ ദാറ്റ് അവർക്ക് ഈ ഒരു വീക്ക് കിട്ടും. അവർക്ക് ആദ്യം ഉണ്ടായിരുന്ന നെഗറ്റീവ്സം മാറ്റി. എന്നിട്ട് ഇനി ഇതിനകത്ത് ഞാൻ ഒരു എക്സ്ട്രാ അലിഗേഷൻ പറയാം. ഇത് ഇത്തിരി കൈയാണ്. ഈ 2 ദിവസം ബിഗ് ബോസ് ഹൗസ് ക്യാമറ ഇല്ലാത്ത പുറത്തേക്കാണ് ഈ രണ്ടുപേരെ കൊണ്ടുവന്നത്. ആ രണ്ടുപേരിൽ അനീഷും രേണുസുധിയും വന്നാൽ അതിനകത്തൊരു കളിയുണ്ട്. കാരണം ഇവരെ ബിഗ് ബോസിന് ഡയറക്റ്റ് മെന്റർ ചെയ്യാനോ ഇൻസ്ട്രക്ഷൻ കൊടുക്കാനോ കാര്യങ്ങൾ ഈ നമ്മുടെ ലൈവ് നിരീക്ഷണത്തിന് പുറത്തേക്ക് എടുത്ത് 2 ദിവസം കിട്ടും. അപ്പൊ അങ്ങനെ നീ പറഞ്ഞ പോലെയാണെങ്കിൽ ഇവര് രണ്ടുപേരുമാണ് പുറത്തേക്ക്, ഇവർ രണ്ടുപേരുമാണ് ഈ ടാസ്കിന് പുറത്തേക്ക് പോവുക. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനകത്ത് പിന്നെ നമുക്കപ്പോ അതിനകത്ത് കുറച്ചുകൂടെ കള്ളകളി മണക്കാൻ പറ്റും. അതിന് സാധൂകരിക്കുന്ന വിധത്തിലാണ് ഫസ്റ്റ് ടാസ്ക് സംഭവിച്ചത്. ഫസ്റ്റ് ടാസ്കിൽ ഇവർ 6 പേരല്ല കളിക്കുന്നത്. ഈ മിഡ് വീക്ക് എവിക്ഷന് വേണ്ടി നിൽക്കുന്നവര് ടാസ്ക് നടത്തുന്നത് അവർക്ക് വേണ്ടി കളിക്കുന്ന മറ്റുള്ളവരാണ്. അനീഷിന് വേണ്ടി ആൾക്കാർ കളിക്കുമെന്ന് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? നിങ്ങൾക്ക് വേണ്ടി കളിക്കേണ്ടത് ബാക്കിയുള്ള 2 പേരാണ്. എല്ലാവരും അവരവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ വിളിച്ചു. അനീഷ് വിളിച്ചത് അനിമോളെ ആരെ വിളിച്ചാലും കളിക്കാൻ. കറക്റ്റ് നിങ്ങൾ ഉദ്ദേശിച്ച 6 പേർക്ക് വേണ്ടിയുള്ള കളിയിൽ 5 പേരുടെ കളി നടക്കുക. ഒരു മഡിനകത്തുനിന്ന് കോയിൻ പറക്കണം. ആ കോയിൻ എടുക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ താക്കോൽ കൂട്ടത്തിൽ നിന്ന് താക്കോൽ എടുക്കണം. അപ്പൊ താക്കോൽ കുറെ ഉണ്ട്. ഈ താക്കോൽ അപ്പാനിശരത്ത് എത്ര ഈ താക്കോൽ കിട്ടുന്നില്ല. അവിടെ കളി തുടങ്ങി. ശൈത്യ കോയിൻ പറക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ അപ്പാനിശരത്തിന് താക്കോൽ കിട്ടിയിട്ടില്ല. അവസാനം കഷ്ടപ്പെട്ടതാ. അപ്പോഴും അനീഷിന്റെ കോൺഫിഡൻസ് മതി, പതുക്കെ മതി, ധൃതി വെക്കണ്ട, എനിക്ക് കോൺഫിഡൻസ് ആണ്. അപ്പൊ എടുത്തോണ്ട് വന്ന് താക്കോലിന്റെ ട്രഷർ തുറന്ന് സേഫ്റ്റി ഗിയേഴ്സ് എടുത്തു. അനിമോൾ ഒരു കണ്ണാടി മാത്രം ഇട്ടിട്ട് ചെളിക്കാത്തോണ്ട് ചോട്ട അനിമോളെ ഗിയർ മൊത്തം ഇട്ടിട്ട് മതി, തിരിച്ചിറക്കിയിടാണ്. അതിനകത്ത് ചിലപ്പോ അവസാനം ബിഗ് ബോസ് പറയുക റൂൾസ് പ്രകാരം എല്ലാ സേഫ്റ്റി ഗിയർ അത് കറക്റ്റ് അവള് വന്ന് തിരിച്ചു കൊണ്ടുവന്നത്. എന്നിട്ട് സേഫ്റ്റി ഗിയർ ഇടാൻ പറയും. അനിമോൾ ഒരു കയ്യോറ ഇടും, വീണ്ടും ഓടിപ്പോയി കയറും. അനീഷ് തിരിച്ചു പിടിച്ചോണ്ട് വരും, ഒരു കാലോറ ഇടും, തിരിച്ചു കയറും. അങ്ങനെ 3 തവണ അവളെ ഇറക്കിയിട്ടാണ് അവള് മൊത്തം സേഫ്റ്റി ഗിയർ ഇട്ടത്. എന്നിട്ട് പോയി തപ്പി പറക്കി ഏറ്റവും കുറവ് ടോക്കൺ കിട്ടിയത് അനീഷ് 3 കോയിൻ മാത്രമേ കിട്ടിയുള്ളൂ. ബാക്കി ഏറ്റവും കൂടുതൽ 16 കോയിനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ ഫസ്റ്റ് ടാസ്കിൽ ഇപ്പൊ അനീഷ് ഏറ്റവും താഴെയാണ്. ഒറ്റ പോയിന്റ് അനീഷിന് കിട്ടിയുള്ളൂ. 3 കോയിൻ ഒറ്റ പോയിന്റ്. ഇതില് ഇവർ രണ്ടുപേരും ഏറ്റവും പുറകെ നിൽക്കുന്ന 2 പേര്. അപ്പൊ ഈ മിഡ് വീക്ക് എവിഷന്റെ ഈ ലിസ്റ്റിൽ ഇട്ടത് കൊണ്ട് ഇവരെല്ലാം സേഫ് ആക്കി. ഈ 6 പേരെയും സത്യത്തിൽ ഈ ഒരാഴ്ചത്തേക്ക് സേഫ് ആക്കുകയാണ് ഇൻഎഫക്ട് ചെയ്തത്. സോ ദാറ്റ് ഈ 6 പേര് സേഫായി. അനീഷ്, രേണു, ഒനീല്, പിന്നെ റെന ഫാത്തിമ അറിയാതെ പെട്ടുപോയത് അതിനകത്ത്. ശാരികയും 2 ശാരികമാരും. ഇവരെ ആൾക്കാർക്ക് മൊത്തത്തിൽ ഒതുങ്ങി കിടക്കുന്നവരാണെന്ന് തോന്നുന്നവരാണ്. ഇതിന്റെ ഇടയ്ക്ക് വേറൊരു വഴക്ക് നടന്നപ്പോഴത്തേക്ക് അപ്പാനിശരത്ത് അക്ബറോട് എന്ന് പറയും, ഈ ആഴ്ചത്തെ മിഡ് വീക്ക് വിഷയം നമുക്ക് ഒനീലിനെ പുറത്താക്കണം. എനിക്ക് ഇവിടെ നിന്ന് ചായ കുടിക്കണം എന്ന് അക്ബർ. അപ്പാനിശരത്ത് എനിക്ക് കാലിന്മേ കാല് കയറ്റി വെച്ചാൽ പുറത്തു പോകുന്ന കാണണം. അത് സംഭവം ഇവർ തമ്മിൽ ഒരസലുണ്ടായിട്ട് എന്ത് തെറിവിളിയാണ്. അത് കണ്ടായിരുന്നു. കിച്ചൺ ഞങ്ങൾ ഇറക്കി വിടുന്നൊക്കെ പറഞ്ഞ് ചാർജായി. അതായത് അക്ബർ ഒനീലിനെ കണ്ട് തെറി പറഞ്ഞു. അപ്പൊ ഒനീൽ ഷാനവാസും പോയി ബിഗ് ബോസിന് റിപ്പോർട്ട് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ. പോയിട്ട് വന്ന് ബിഗ് ബോസ് ഇത് ഞങ്ങൾ ഇങ്ങനെ മോശമായിട്ട് പറഞ്ഞു, ഇത് അനുവദിക്കാൻ പറ്റത്തില്ല, ഇത് നടപടി ഉണ്ടോ? അങ്ങനെ റൂൾ ഉണ്ടെന്നോ, യൂസ് ചെയ്യരുത്, ഉപയോഗിക്കരുത്. കാരണം ഇവരെല്ലാം പ്രൊവോക്ക് ചെയ്ത് അടിച്ച് പുറത്താക്കിക്കാനാണ് നോക്കുന്നത്. കാരണം ഒരാൾ ഞാൻ അറിയാൻ ചോദിച്ചത് ഇതിന്റെ ഇടയ്ക്ക് ഇപ്പൊ അടി നടന്ന ഒരാൾ അടിച്ചു എന്ന് വിചാരിക്കും. അപ്പൊ അയാളെ പുറത്താക്കുമല്ലോ. പക്ഷെ അപ്പൊ ആ ആഴ്ച നോമിനേഷനിൽ വീണ്ടും ഒരു എവിക്ഷൻ നടക്കുമോ, അതോ ഈ ആഴ്ചത്തെ ഒരാൾ പുറത്തായി? എനിക്ക് തോന്നുന്നു ഇവര് ഇടയ്ക്കിടയ്ക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാറുണ്ട്. ഇതിനൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു നിയമോ കാര്യങ്ങളോ ഇത് പിന്നെ 7ന്റെ പണിയാണ്, സർപ്രൈസ് ആണെന്നൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതിനകത്ത് 2 സർപ്രൈസ് വന്നത് സ്റ്റാർട്ടിങ് ഫസ്റ്റ് വീക്ക് വന്ന ക്യാപ്റ്റനെ ഫ്ലിപ്പ് ചെയ്തത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വേണ്ടുന്ന ക്യാപ്റ്റനെ ഫ്ലിപ്പ് ചെയ്ത് നല്ല മിഡ് വീക്ക് എവിക്ഷൻ. ഇത് കുറെ ഇവരുടെ പാറ്റേൺ ഇങ്ങനെയാണ്. അത് ഇവര് തമ്മിലൊരു തീരുമാനത്തിൽ എത്തേണ്ട കേസുകൾ കുറെ വരും. മറ്റേ സ്ക്വിഡ് ഗെയിം പോലെ
അതെ. പക്ഷെ എന്താ പറയുക, ഇതിനകത്ത് സ്ക്വിഡ് ഗെയിം പോലെ കുറച്ചുകൂടെ എനിക്ക് അതിനകത്ത് തോന്നിയ ഒരു സാധനം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടാസ്ക്, ഇന്റൻസ് ടാസ്ക് കൂടെ വന്നത്. ഇത് ഭയങ്കര സിമ്പിൾ ടാസ്ക് അല്ല, പക്ഷെ അതിനകത്ത് ഗെയിംസ് ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, പക്ഷെ ടാസ്ക് കുറച്ചുകൂടെ ഭയങ്കര രസമായിരുന്നു. പക്ഷെ ഇതിനകത്ത് തന്നെ ഇവർക്ക് തമ്മിൽ തല്ലാൻ കുറെ സാധനങ്ങളുണ്ട്. അപ്പോ ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രൊട്ടക്ഷൻ ക്വാളിറ്റിക്ക് ഇറക്കി വലിയ മലയൊക്കെ സെറ്റ് ചെയ്ത് അതിന്റെ മേളിൽ വലിഞ്ഞു കയറേണ്ട സാധനം കൊടുക്കേണ്ട കാര്യമില്ല. അല്ലാതെ ഇവരുടെ എന്റർടൈൻമെന്റ് വാല്യൂ ഇരിക്കുന്നത് ഇതിനകത്താണ്. ഇവരുടെ മറ്റേ കളി കളിച്ചാലും മതി, കള്ളൻ രാജാവ് രാജ്ഞി സാധനല്ലേ അവിടെ അടിയുണ്ടാവും, അവിടെ അടിയുണ്ടാവും. അതിട്ട് അവിടെ അടിയുണ്ടാവും. അല്ല, ഇതിനകത്ത് വേറൊരു പ്രൊമോയും കൂടെ ഇറക്കി ബിഗ് ബോസ് ഞെട്ടിച്ചു, നിർത്താൻ പോകുന്നത് സീസൺ 7 ഇപ്പൊ തന്നെ നിർത്താൻ പോവുകയാണ്. ഇനി നിങ്ങൾക്കൊരു അത് പ്രൊമോന് കട്ട് ചെയ്ത് വിടുകയും ചെയ്തു, അത് ഇട്ടുകയും ചെയ്തു. ഇനി മുതൽ നിങ്ങൾക്ക് ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. സംഭവം വന്നപ്പോഴെന്താ, ഇവരിൽ ആരോ അല്ലല്ല, നിങ്ങൾക്ക് പെർമിഷൻ, ഓരോരുത്തർക്കും സാധനം യൂസ് ചെയ്യാൻ പെർമിഷൻ ഉണ്ട്, പക്ഷെ നിങ്ങൾ സാധനം ഷെയർ ചെയ്യുന്നു, നിങ്ങൾക്ക് സാധനം നിങ്ങൾക്ക് മാത്രം. സംഭവം എന്ന് വെച്ചാൽ ആദില നൂറിന്റെ ഉണ്ടായിരുന്ന മേക്കപ്പ് സെറ്റ് ജിസേൽ യൂസ് ചെയ്യുന്നുള്ളതാണ്. ഇതല്ല, ജിസേൽ ഭയങ്കര മലയാളം സെറ്റപ്പ് അത്ര അറിയാത്തന്നെയാണ്. പുള്ളിക്കാരി ഭയങ്കര ജെനുവിനാണ്, പക്ഷെ പൊട്ടിയുമാണ്. പുള്ളിക്കാരി ഇവിടുത്തെ കളികൾ പഠിച്ചു വരുന്നല്ലോ. പുള്ളിക്കാരി ഇതിനിടയ്ക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഡ്രസ്സ് ഇടയ്ക്കിടയ്ക്ക് അവർ തരാത്ത ഡ്രസ്സ് യൂസ് ചെയ്യുന്ന ഒരു വഴക്കുണ്ടായിരുന്നു. അത് ഭയങ്കര മറ്റേ മസാല സാധനമായിട്ട്. ജിസേൽ ഇന്നറാണ് പുറത്തിട്ടുണ്ട് നടക്കുന്നത് എന്നുള്ള രീതിയിൽ ജിസേൽ ഡ്രസ്സ് മാറ്റി യൂസ് ചെയ്യുന്നു. അപ്പൊ ജിസേൽ ഇതിന്റെ ലോഞ്ചറി സെറ്റിൽ പെടുന്നതാണ്. ഇതെനിക്ക് ബിഗ് ബോസ് തന്ന ലോഞ്ച് സെറ്റ്. കാരണം പുള്ളിക്കാരുടെ ഇന്നേഴ്സിന്റെ കൂട്ടത്തിൽ അസൈൻ ചെയ്തിട്ടുണ്ടെന്നു. അത് യൂണിഫോം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അപ്പൊ പുള്ളിക്കാരി അത് ഇടുന്നില്ല, അങ്ങനെ അനുമോളും പുള്ളിക്കാരി തമ്മിൽ ഉടക്കായി. ശരിക്കും ഇത് മൺഡേയിൽ സ്റ്റാർട്ടിംഗ് ആണ്. അതായത് പുള്ളിക്കാരി ഡ്രസ്സ് ഇട്ടുകൊണ്ട് വേറെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടന്നു ഷിമി, അല്ലെങ്കിൽ അതിന്റെ കുറച്ച് ടോപ്പ് കൂടിയ ലോഞ്ചറി മോഡൽ സാധനം. അപ്പം അനീഷ് ആദ്യം പിടിച്ചു ഇത് ചോദിച്ചോണ്ട്, നിങ്ങൾ എന്തിനാ ഇത് ഇട്ടുകൊണ്ട് നടക്കുന്നത്? അപ്പം എന്റെ ഇഷ്ടമാണ്, ഞാൻ ഡ്രസ്സ് മാറും. അപ്പൊ അനീഷ് എളുപ്പം ഡ്രസ്സ് മാറുന്നു പറഞ്ഞിട്ടിരുന്നു. അപ്പൊ എന്റെ മറ്റേ യൂണിഫോം ഉണ്ട്, ഞാൻ ഇപ്പൊ മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നാളെ ചൊവ്വാഴ്ച ആയപ്പോഴത്തേക്ക് അതിട്ടുകൊണ്ട് നടന്നതിനെ ഷാനവാസ് ചോദ്യം ചെയ്തു. പെണ്ണുങ്ങൾ എല്ലാവരും പറഞ്ഞു ജിസേൽ ഇത്തവണ പ്രശ്നം ഉണ്ടാക്കും, ഇതിന്റെ പേരിലാണല്ലോ ബിഗ് ബോസ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ജിസേൽ നമ്പർ എടുത്ത് എന്റെ ബിഗ് ബോസ് തന്ന കുപ്പായം കീറി, ഞാൻ ഈ കീറിയ കുപ്പായം ഇട്ടുകൊണ്ട് നടക്കണോ എന്ന് പറഞ്ഞു. ആ ഫൈറ്റ് നടക്കുമ്പോൾ അനുമോള് കത്തി കീറിയപ്പോഴാണ് പറഞ്ഞത്, എടി നിനക്ക് നീളമില്ലല്ലോ, എനിക്ക് ഇത്തിരി വണ്ണവും നീളവും ഒക്കെ ഉണ്ട്, അപ്പൊ ചിലപ്പോ കീറിയെന്നിരിക്കുമെന്ന് പറഞ്ഞു. പുള്ളിക്കാരി ഭയങ്കര അത് കേട്ടതും അനുമോൾ ഒറ്റ ഓട്ടാണ് ബാത്റൂമിലോട്ട് കരഞ്ഞുകൊണ്ട് ഓടുക. അത് തമാശല്ല, അനുമോൾ കരഞ്ഞു ഓടി ബാത്റൂമിനകത്ത് കയറുന്നു. അവിടെ പുറത്ത് മഹേന്ദ്ര സിംഗ് ധോനി പരസ്യം കിടന്ന് ചിരിക്കുന്നു, അകത്ത് കരച്ചിൽ നടക്കുക. അത് ഈ പുള്ളിക്കാരി എന്ത് എനിക്ക് തോന്നുന്നു, പുള്ളിക്കാരി വന്നപ്പോ തന്നെ പറഞ്ഞ പെട്ടെന്ന് കരയുന്ന ഒരു പ്രകൃതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സെൻസിറ്റീവ്, ചെറിയ ചെറിയ സാധനത്തിന് പെട്ടെന്ന് പൊട്ടുന്നുണ്ട്. ഓവർ ക്യൂട്ട്നെസ് ഇതൊക്കെ അപ്പൊ എനിക്ക് തോന്നുന്നു ചിലപ്പോ പുള്ളിക്കാരിയുടെ ആ ഒരു ആർക്ക്, ഐ മീൻ കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി ഇമോഷണലി ടഫ് ആണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ആളിനെ കയറ്റിക്കൊണ്ട് വരാൻ പറ്റും. പുള്ളിക്കാരി തന്നെ എവിക്ഷനിനകത്തുണ്ടല്ലോ അല്ലേ, പക്ഷെ ബാക്കി എല്ലാവരും വോട്ട് വരത്തുന്നില്ലായിരിക്കും. മേളിലുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന പുള്ളിക്കാരി പോപ്പുലർ അല്ല ശൈത്യയാണെന്നാ എനിക്ക് തോന്നുന്നു. ശൈത്യക്കാരിക്ക് ഏറ്റവും ടഫ് റിസ്ക് വരാൻ സാധ്യത ഈ വീക്കിലെ. പുള്ളിക്കാരി ഏതെങ്കിലും ഒരു ടാസ്കിനകത്ത് നന്നായിട്ട് പെർഫോം ചെയ്തു. ഇവരെ മറ്റേ ആൾക്ക് വേണ്ടിയുള്ള ടാസ്കിനകത്ത് ശൈത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. മിഡ് വീക്ക് എവിക്ഷൻ ആൾക്കാർക്ക് വേണ്ടി ശൈത്യാണ് ഏറ്റവും നന്നായിട്ട് കോയിൻ പറക്കിയത്. സോ നമുക്ക് നോക്കാം ഈ ആഴ്ച സംഭവിക്കുന്നത്. എന്തായാലും എനിക്ക് പിന്നെ ജിസേലിനെ പറ്റി ഞാൻ അടുത്ത ആരോപണം. ജിസേൽ ഫസ്റ്റ് ഡേ ഈ ഡ്രസ്സ് കയ്യിൽ വെച്ചിട്ട് ഡ്രസ്സ് മാറ്റുന്നില്ലെന്നായിരുന്നല്ലോ പരാതി. സെക്കൻഡ് ഡേ ഡ്രസ്സ് കീറിയല്ലോ. എനിക്ക് ജിസേൽ മറ്റേ ഡ്രസ്സ് ഇടാൻ വേണ്ടി തന്നെ കീറിയാന്ന് തോന്നുന്നു. വൃത്തിക്ക് അത് കീറി കാണിച്ചത് ഇട്ടാ ഇനി ഞാൻ ഇത് ഇട്ടോണ്ട് നടക്കണമെന്നായി. അപ്പൊ ഞാൻ പറഞ്ഞു വോട്ട് ഇട്ടോണ്ട് നടക്കണം, അതല്ലേ റൂൾസ് എന്ന് പറയുന്നത്, ഇതാണെങ്കിൽ ഇടണം അല്ലേ, എന്നല്ല കയറത്തുള്ളൂ. വേറെന്താ ഇമ്പോർട്ടൻസ് സാധനം എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഞാൻ നോട്ട് ചെയ്ത പോയിന്റിനകത്ത് വേറെ നീ നോട്ട് ചെയ്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? പൊതുവെ നമ്മുടെ എപ്പിസോഡുകൾ വരുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് നമ്മൾ പെട്ടെന്ന് മറന്നു പോകുന്നു തോന്നുന്ന സാധനങ്ങളാണ് ഈ ചൂടോണ്ട് എടുത്ത് ഷൂട്ട് ചെയ്ത് ഇറക്കി വിടാന്നുള്ളതാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു എപ്പിസോഡ് കാണാൻ തന്നെയുള്ള സമയമാണ് കിട്ടുന്നത്. ഐ മീൻ അതിൽ ഇരുന്ന് വീക്ഷണ കോണകം ഉണ്ടാക്കാറില്ല. ബിഗ് ബോസിന്റെ ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് അക്ബർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അക്ബറിന് ഏഷ്യാനെറ്റ് ലിങ്ക് ആണോ പറയുന്നത്? അത് നമ്മൾ പുറത്തു പറയാൻ പാടില്ലല്ലോ. അങ്ങനെ കുറെ കമന്റ്സ് ഉണ്ട്. അല്ല, പക്ഷേ ഇതിനു മുമ്പും ചില കുറെ ആർട്ടിസ്റ്റുകൾ ഏഷ്യാനെറ്റായിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് സീരിയലുള്ള ആൾക്കാരെ അവർ പ്ലേസ് ചെയ്യാറുണ്ട് ഷോയുടെ. ഇതിപ്പം ഷാനവാസ് ഏഷ്യാനെറ്റ് സീരിയലിൽ വന്നായിരിക്കത്തില്ല എന്തായാലും, അത് വേറെ സീരിയൽ എനിക്കറിയാം. ഇവർക്കുള്ള ഗുണം അതുകൊണ്ട് ഏഷ്യാനെറ്റിനുള്ള ഗുണം എന്ന് വെച്ചാല് അല്ലെങ്കിൽ ഇവരുടെ വാല്യൂ മൊത്തത്തിൽ അവരുടെ പല
പരിപാടി TRP കൂടും. കാരണം അക്ബറിനാണെങ്കിൽ ചാൻസ് കൊടുത്തിട്ടുണ്ട്, രേണുസുതിയെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച് ഓൾറെഡി പ്രശ്നമായിട്ടുണ്ട്. പുള്ളി അത് സോൾവ് ചെയ്യാൻ വേണ്ടി പല പല നമ്പേഴ്സ് ഹാർട്ടിന്റെ ഷേപ്പിലുള്ള ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ രേണുസുതി പറഞ്ഞു ഇത് ഞാൻ കഴിച്ചാൽ കൺവിൻസ്ഡ് ആവുകൊണ്ട് എല്ലാവർക്കും ചേർത്ത് കൊടുക്കാന്ന് പുള്ളിക്കാരി. ശരി, ഞാൻ ഇത് വേറെ ആൾക്ക് കൊടുക്കുന്ന അപ്പോഴും സൈഡിൽ നിന്ന് ചേച്ചി ഇങ്ങോട്ട് ഇട്ടോ അപ്പുറം ഞങ്ങൾക്ക് വേണം. ഫുഡിനൊരു ദാരിദ്ര്യ പ്രശ്നം ബുദ്ധിമുട്ടാണ്. അക്ബറിന് ആ കൂട്ടത്തിൽ സോൾവ് ചെയ്യാൻ പ്രശ്നം കിടക്കുന്നത് ഒനീലിനെ ചീത്ത വിളിച്ചത്. മിക്കവാറും അത് ലാലേട്ടൻ വരുമ്പോ മാപ്പ് പറയിപ്പിച്ച് തീർക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് അതെങ്ങനെ ഉണ്ടാവും. എന്തായാലും മിഡ് വീക്ക് എവിക്ഷൻ നല്ലൊരു ഗെയിം ആയിരുന്നു ബിഗ് ബോസ്. ഏറ്റവും ബെസ്റ്റ് ഗെയിമർ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരാളെ പുറത്താക്കണം. ഒരിക്കലും ഉണ്ടാകത്തില്ല. അത് ഇനി സാധ്യത നമുക്ക് നോക്കാം. നമ്മളുടെ ഈ പ്രൊഡിക്ഷനെ തെറ്റിച്ച് അവർ ഇനി നമ്മുടെ വീഡിയോ കണ്ടിട്ട് മാധവൻ നമ്മുടെ വീഡിയോ കണ്ടിട്ട് മിഡ് വീക്ക് എവിക്ഷൻ ശരിക്കും എവിക്ഷൻ ആക്കി മാറ്റുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ചലഞ്ച് ഇത്ര സ്ഥിതിക്ക് നമുക്ക് നിർത്തിയാലോ. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യും. നമ്മൾ വീണ്ടും ഉടനെ ചെറിയ എപ്പിസോഡ് നോക്കാം. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക, ഞങ്ങളെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ ഇതുപോലത്തെ കുറച്ച് വീഡിയോകളും കൂടി ബിഗ് ബോസിൽ നിന്ന് തന്നെ ചെയ്യുന്നുണ്ടാവും. അനീസ് തന്നെ ആയിരിക്കും കൂടുതൽ ഇങ്ങനെ സംസാരിക്കേണ്ടത്. എനിക്ക് ചെറിയ ഒരു അവസ്ഥയിലാണ്, കണ്ടു കഴിഞ്ഞ് മറന്നു പോണ്ട് പെട്ടെന്ന്. ഇതൊരു 5-10 എപ്പിസോഡ് ആകുമ്പോഴേക്കും അവസാനം അനീസിക്ക് മാത്രം ഇരുന്ന് ലൈവ് സ്ട്രീം നിങ്ങൾ വോട്ട് ചെയ്യുക. ഇതിൽ ആരാണ് ഇനി പ്രസന്റ്. ഇത് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം, നമ്മള് ഈ റൂമിൽ ഒരു 4 ക്യാമറ വെച്ച് ഇയാളെ ഇവിടെ കൂട്ടിയിട്ടേക്കാല്ലേ, മൂലക്കലൊരു ബക്കറ്റും വെച്ചോടും കൊടുക്കുന്ന ടാസ്ക് ഒരു ലഡു മിഠായി. അപ്പൊ സീസൺ കഴിയുമ്പോഴത്തേക്ക് തീരുന്നു. ഓക്കെ, ബൈ.